മണ്ഡല പുനർനിർണയത്തിൽ ആശങ്ക നിലനിൽക്കുന്നതിനാൽ വനിതാ സംവരണ ബില്ലിനെ ഒറ്റക്കെട്ടായി എതിർക്കാൻ പ്രതിപക്ഷം. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് ബിൽ കൊണ്ടുവരുന്നതെന്നും പാർലമെന്റിൽ ശക്തമായി നേരിടുമെന്നും ഇന്ത്യ സഖ്യ നേതാക്കൾ പറഞ്ഞു. ലോക്സഭാ സീറ്റ് എണ്ണം മാറ്റാതെ വനിതാ സംവരണം നടപ്പിലാക്കണമെന്ന് കെ.സി. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. നാളെ ബില്ല് കൊണ്ടുവരാനിരിക്കെ ഡൽഹിയിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ യോഗം ചേർന്നു. All opposition parties unitedly we have decided and we will oppose this bill. But we are not against the reservation. The way in which they have brought, for that we have got reservations. It is politically motivated. Just to trap and suppress the opposition parties, the government is doing like this. വിമൻ റിസർവേഷന്റെ മറവിൽ രാജ്യത്തെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ അവരുടെ ശ്രമം. വിമൻ റിസർവേഷനോടാണ് ആത്മാർത്ഥതയെങ്കിൽ ഇപ്പോഴുള്ള 543 സ്ട്രെങ്ത് അനുസരിച്ച് തന്നെ വിമൻ റിസർവേഷൻ നടത്തുക. വി ആർ റെഡി ഫോർ ഇറ്റ്, കംപ്ലീറ്റ്ലി സപ്പോർട്ടിംഗ് ദാറ്റ്. റഷീദ് ബിൻ മുഹമ്മദും സൈഫ് സൈനൽ അബ്ദീനും വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം റഷീദിലേക്ക്. റഷീദ, നാളെ പാർലമെന്റിൽ ലോക്സഭയിൽ ഏത് തരത്തിലുള്ള നിലപാടെടുക്കാനാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ തീരുമാനം? വിനിഷ, വനിതാ സംവരണ ഭേദഗതി നിയമത്തിന് പിന്നാലെ അതിന്റെ മറവിൽ മണ്ഡല പുനർനിർണയം കൂടി നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിന് എതിരെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി എതിർക്കുമെന്നുള്ള കാര്യം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്നിട്ടുള്ള ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലാണ് ജനതാക്കളൊക്കെ തന്നെയും ഐക്യകണ്ഠേന ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. വനിതാ ഭേദഗതി ബില്ലിനെ മറവാക്കിക്കൊണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അടക്കം വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന ഈ മണ്ഡല പുനർനിർണയ ബില്ലിനെ എതിർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനമെടുത്തിരിക്കുന്നത്. നാളെ ഇതുമായി ബന്ധപ്പെട്ട കടുത്ത പ്രതിഷേധം ലോക്സഭയിൽ ഉണ്ടാകുമെന്നുള്ള തന്നെ എല്ലാ നേതാക്കളും അറിയിച്ചിരിക്കുന്നത്. നിലവിൽ വനിതാ സംവരണ ഭേദഗതി ബില്ലിനെതിരെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് അടക്കമുള്ള മറ്റു പ്രതിപക്ഷ പാർട്ടികൾ ഒന്നും തന്നെ എതിരല്ല. 2010-ലും 2023-ലും ഈ ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തുകയും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഈ ബില്ല് സംവരണം നടപ്പിലാക്കണമെന്നുള്ള നിർദ്ദേശം പ്രതിപക്ഷം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ തന്നെ ഒരു നിലപാടെടുക്കാത്ത കോൺഗ്രസ് NDS ഭരണപക്ഷം ഈ 2029-ലെയും അതോടൊപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങൾ UP അടക്കമുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. പിന്നിൽ തികച്ചും രാഷ്ട്രീയ ലാക്ക് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം വിലയിരുത്തിയിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ നാളെ എങ്ങനെയും ഈ ബില്ലിനെ എതിർക്കുക എന്നുള്ള നിലപാട് തന്നെയായിരിക്കും ഉണ്ടാവുക. TMC അടക്കമുള്ള TMC പാർട്ടിയുടെ നേതാക്കൾ അടക്കം യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ചും ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കൊഴുപ്പിച്ച് കൊണ്ട് ഇരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് എല്ലാ പാർട്ടി നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ഒരു ഐക്യത്തോടു കൂടിയുള്ള ഒരു നീക്കത്തിന് പാർലമെന്റിൽ ബില്ലിനെ ഒരുമിച്ച് എതിർക്കാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം.